വീഡിയോയിലുള്ള ക്ലോത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ കളർ പേജിലോട്ട് വരിക. കളർ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ വീഡിയോയുടെ വ്യൂവറിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് ഇവിടെ നോഡ് കാണാൻ പറ്റും. ആ നോഡിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കുക. അതിനായിട്ട് ആൾട്ട് എസ് പ്രസ് ചെയ്യുക. എന്നിട്ടൊരു കോപ്പി എടുക്കുക. അതിനുശേഷം ആ കോപ്പി സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വാളിഫയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പിക്കർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ വന്ന് ഏത് ക്ലോത്തിൻ്റെ കളറാണോ ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൺസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്താൽ മതി. ഒന്നും കൂടി ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്താൽ തിരിച്ച് വീഡിയോയിലോട്ട് വരും. ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ആ കളറ് മാസ്ക് വീണിട്ട് കാണാൻ പറ്റും. അതായത് ബാക്കി ഭാഗങ്ങളെല്ലാം മാസ്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് കളറാണോ സെലക്ട് ചെയ്തത് അത് മാത്രം ഇവിടെ കാണിച്ചു തരും കേട്ടോ. ഇനി നിങ്ങൾക്ക് അവിടെ കാണാം കുറച്ചുകൂടി കളറുകൾ ഇവിടെ ആഡ് ആവാനുണ്ട്. അതായത് കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും വിട്ട് നിൽപ്പുണ്ട്. ഇവിടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെയൊന്നും കളറൊന്നും ആഡ് ആയിട്ടില്ല. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിക്കർ ആഡ് എന്നും പറഞ്ഞിട്ട് ഒരു പിക്കറിൻ്റെ പടവും കൊടുത്തിട്ട് പ്ലസ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോയിൽ വന്നിട്ട് എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തോട് ഞെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ കളർ വീൽസ് ഓപ്പൺ ചെയ്യുക. കളർ വീൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂ, സാച്ചുറേഷൻ, ഹൈലൈറ്റ്, ഷാഡോ ഒക്കെ ഉണ്ടാവും. അതിൽ ഈ ഹ്യൂ ഉണ്ടല്ലോ, ഹ്യൂ ഒന്ന് ജസ്റ്റ് പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കളറ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ.